എരിശ്ശേരിക്ക് ഞാനിവിടെ എടുത്തിരിക്കുന്നത് തേങ്ങ കോക്കനട്ട് ഗ്രേറ്റഡ് ആണ്. അപ്പം അത് ഞാൻ ഒരു 1 കപ്പ് എടുത്തിട്ടുണ്ട്. അതിലൊരു ചെറിയ പോർഷൻ ഇവിടെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് ഒന്ന് ജസ്റ്റ് മൈൽഡായിട്ട് റോസ്റ്റ് ചെയ്തിടാനായിട്ട്. അപ്പം നമ്മളിത് ചോപ്പറിൽ ഗ്രൈൻഡ് ചെയ്യാൻ പോകുമ്പം കോക്കനട്ട് ആദ്യം എടുക്കുക. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഓണിയൻസ് ഡൈസ് ചെയ്തത്. ഓണിയൻസ് എന്ന് പറയുന്നത് ഒരു സ്മോളിൻ്റെ ആണ് ഫൈനായിട്ട് ഡൈസ് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ ആദ്യം ഇതിലേക്ക് ആഡ് ചെയ്യുക. പിന്നെ ഗ്രീൻ ചില്ലി ഒരു ചെറുതിൻ്റെ ഞാൻ സ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ ഇട്ടേക്കുന്നത്. നമ്മൾ ഗ്രൈൻഡ് ചെയ്യാൻ പോവുക, അതുകൊണ്ട് കുഴപ്പമില്ല ഏത് ഷേപ്പിലാണെങ്കിലും. എരിവുള്ളതനുസരിച്ചിട്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഞാൻ ആഡ് ചെയ്യുന്നത് ക്യൂമിൻ പൗഡറാണ്. ക്യൂമിൻ എടുത്തിരിക്കുന്നത് ഒരു 1/4 ടീസ്പൂണാണ്. അതേപോലെ തന്നെ എടുത്തേക്കുന്ന ടേമറിക്ക് ഒരു 1/4. നമുക്കിത് ഗ്രൈൻഡ് ചെയ്ത് നല്ലപോലെ ഫൈനാക്കി കിട്ടിയിരിക്കുക. നമുക്ക് പേസ്റ്റ് പോലെ വരണ്ട എരിശ്ശേരിക്ക്. നമ്മളിപ്പം കറിയായിട്ടുള്ള ഒരു എരിശ്ശേരി അല്ല, അപ്പം ഈ രീതിയിൽ ഫൈനാക്കി നമുക്ക് കിട്ടിയാൽ മതി. ഇനി നമ്മൾ ഓയിൽ എടുത്തിട്ട് മസ്റ്റേർഡ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്തു. നമ്മളത് കഴിഞ്ഞ് സ്ലട്ടർ ചെയ്ത ശേഷം നമുക്ക് കുക്കറിൽ ഞാൻ പ്രഷർ കുക്ക് ചെയ്തതാണിത്. വൻപയറും ചെറുപയറും കൂടിയാണ് അത് ഒരുമിച്ച്. അപ്പം അത് ഓൾമോസ്റ്റ് ഒരു 1 കപ്പ് ഈച്ച്. അപ്പം അത് ഇച്ചിരി ടേമറിക്കും സോൾട്ടും ഇട്ട് കുക്ക് ചെയ്തതാണ്. അപ്പം ഇതിൻ്റെ കൂടെ നമുക്കൊരു കായം കൂടി ഇടാം. കായം ഞാൻ ഒരെണ്ണം എടുത്തിരിക്കുന്നത്, ഒരു ചെറിയ എരിശ്ശേരിക്കത്. അപ്പോൾ അത് ഇതുപോലെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ട് ഇത് ആഡ് ചെയ്യുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. കായ ഒന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം, ഒരുപാടല്ല, കുറച്ച് വെള്ളം ജസ്റ്റ് അതിൻ്റെ മേലെ കൂടി ഒന്ന് കുറച്ചിടുക. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് മേർജ് ചെയ്ത് അടച്ചു വെച്ച് നമുക്ക് കുക്ക് ചെയ്യണം. ഓണത്തിനൊക്കെ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ് എരിശ്ശേരി. അപ്പം ഞാനിവിടെ ഒന്ന് മൈൽഡായിട്ടൊന്ന് നമ്മൾ സ്വീറ്റും കൂടി ആക്കുന്നുണ്ട്. അപ്പം കുറച്ച് നമ്മൾ ശർക്കരയും കൂടി നമ്മൾ ഇതിൽ ചേർത്താൽ അത് വേറൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫ്ലേവർ ആയിരിക്കും. അപ്പം ചെറുതായിട്ട് ഇത് കുഞ്ഞ് എരിശ്ശേരി ആയതുകൊണ്ട് ഞാൻ ചെറിയൊരു പീസ് എടുത്ത് ജസ്റ്റ് ഒന്ന് പൊടിച്ചതിനകത്ത് മേർജ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ജസ്റ്റ് മൈൽഡായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്ത കുറച്ച് കോക്കനട്ടും കരിവേപ്പിലയും ഡ്രൈ റെഡ് ചില്ലിയും കൂടി അത് ജസ്റ്റ് അതിൻ്റെ മേലെ വൺസ് ഇത് കഴിയാറാകുമ്പോഴത്തേന് 3/4 ആകുമ്പോഴത്തേന് നമ്മളിതൊന്ന് വെറുതെ ഡ്രൈ റോസ്റ്റ് ചെയ്തൊന്ന് ജസ്റ്റ് ഇതിലേക്കൊന്ന് ആഡ് ചെയ്യുക. അപ്പോൾ വേറൊരു ഫ്ലേവർ ആയിരിക്കും. നമുക്കൊരു ക്രഞ്ചിനെസ് കിട്ടും. കാര്യം കോക്കനട്ട് ഇതിൻ്റെ മേജർ ബേസെങ്കിലും ഇതും കൂടി നമ്മൾ ആഡ് ചെയ്ത് മേർജ് ചെയ്യുമ്പോഴേക്കും അതിന് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എഫക്റ്റ് ഉണ്ടാവും. നമ്മൾ സോൾട്ട് ആഡ് ചെയ്യുമ്പോൾ ചെക്ക് ചെയ്തിട്ട് ആഡ് ചെയ്യുക. നമ്മൾ ഓൾറെഡി സോൾട്ട് ഇട്ട് പ്രഷർ കുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് അതിൻ്റെ വേരിയേഷൻ അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മുടെ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെയും വാല്യുബിൾ ഫീഡ്ബാക്ക് സജഷൻസ് ഒക്കെ എഴുതി അറിയിക്കണം. ഫേസ്ബുക്കിലും പേജുണ്ട്, അതുപോലെ തന്നെ യൂട്യൂബിലും എവിടെയാച്ചാൽ കമൻസ് എഴുതി അറിയിക്കുക. അപ്പോൾ അതനുസരിച്ചിട്ട് എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ളത് ഇമ്പ്രൂവ് ചെയ്യാം. നിങ്ങൾക്ക് സജസ്റ്റഡ് ആയിട്ടുള്ള റെസിപ്പീസും അറിയിക്കാം. പുതിയൊരു എപ്പിസോഡിൽ മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.